പശ്ചിമേഷ്യയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നയതന്ത്ര ചർച്ചകളിലേക്ക് കടക്കണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുലാത്തിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ലാവ്റോവ്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലുണ്ടാക്കിയ പ്രതിസന്ധികളാണ് തങ്ങൾ ചർച്ച ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്ക ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് സംഘർഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ വിഷയത്തിലുള്ള ചർച്ചകളെ അട്ടിമറിക്കാൻ ആരോ ബോധപൂർവം ശ്രമിക്കുന്നതായും ഇറാൻ ആക്രമണങ്ങളുടെ ഇരയാണെന്നുള്ള വസ്തുത പോലും പരാമർശിക്കാതെ പ്രമേയം അവതരിപ്പിക്കുന്നത് ഇറാൻ അധികാരികളെ പ്രകോപിപ്പിക്കും. ഇതിനർത്ഥം ആരോ നടക്കാൻ സാധ്യതയുള്ള ചർച്ചകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. വ്യാഴാഴ്ച അബ്ദുലാത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചയ്ക്കിടെ ഈജിപ്തിൽ ധാന്യ ഊർജ്ജ ഹബ്ബുകൾ സ്ഥാപിക്കുന്നത് പരിഗണിക്കണമെന്ന് പുടിൻ നിർദ്ദേശിക്കുകയും രാജ്യത്തേക്കുള്ള ധാന്യ വിതരണം വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടതായും പറഞ്ഞു. കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പുടിനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ചർച്ച നടത്തിയിരുന്നു. അതേസമയം ഇറാൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും അടക്കം വെടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട്. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധ സാഹചര്യം അതിരൂക്ഷമായി തുടരുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോൺ സംഭാഷണം നടത്തിയിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും പ്രത്യാക്രമണമെന്ന ന്യായീകരണത്തിൽ ഗൾഫ് മേഖലയ്ക്കെതിരായ ഇറാന്റെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കില്ല എന്നും ഉർദുഗാൻ പുടിനെ അറിയിച്ചു. ആഗോളതലത്തിൽ യുദ്ധം വരുത്തിവെച്ച പ്രതിസന്ധികളെക്കുറിച്ചും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായാണ് വിവരം. യുദ്ധം വരുത്തിവെക്കുന്ന വിനാശകരമായ പരിണിത ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്നും ഉർദുഗാൻ വ്യക്തമാക്കി. മേഖലയിലെ സാധാരണക്കാരുടെ കപ്പലുകൾ ആക്രമിക്കുന്നതിനെ അതിശക്തമായി അപലപിച്ച അദ്ദേഹം റഷ്യ-യുക്രൈൻ സംഘർഷത്തിലേക്ക് പുതിയ പോർമുഖം തുറക്കാൻ ഇത് കാരണമാകരുത് എന്നും പുടിനെ അറിയിച്ചതായാണ് വിവരം. സിറിയയിലെ രാഷ്ട്രീയ ചലനങ്ങളെ ഗൗരവത്തിലാണ് നോക്കിക്കാണുന്നതെന്നും മേഖലയിലെ സംഘർഷം ഒഴിവാക്കുന്നതിനായി പരമാവധി ശ്രദ്ധയുണ്ടാകുമെന്നും തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ജെറുസലേമിനെതിരായ ആക്രമണങ്ങളെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത്. ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയതായാണ് വിവരം. ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ വിസമ്മതിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാനാകില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎസുമായി ചേർന്ന് ഇസ്രയേൽ നടത്തിയ ഫെബ്രുവരി 28 ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധം 37 ദിവസങ്ങൾ കടന്നിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച് പ്രാരംഭഘട്ടത്തിൽ തന്നെ ലോകരാജ്യങ്ങളുടെ പ്രധാന കപ്പൽ പാതയായ ഹോർമുസ് ഇറാൻ അടച്ചിരുന്നു. ഇത് ആഗോളതലത്തിൽ വലിയ രീതിയിൽ ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാകുകയും ചെയ്തു. യുദ്ധത്തിൽ ഇറാനിൽ മാത്രമായി ഇതിനോടകം 1500-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. യഥാർത്ഥ കണക്കുകൾ അതിലും കൂടുതലാണ്. 20,000-ലധികം പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.